ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ആത്മവിശ്വാസത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും പിൻബലത്തിലാണ് ഇന്ത്യയുടെ മുന്നേറ്റമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പുതുവർഷത്തിലും രാജ്യം ഇതേ ഊർജ്ജവും കർമ്മോത്സുകതയും നിലനിർത്തണമെന്നും ശ്രീ മോദി പറഞ്ഞു. ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചപ്പോഴെല്ലാം രാജ്യം അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചു. ആസാദി കാ അമൃത് മഹോത്സവ്, മേരി മാഠി മേരാ ദേശ് പ്രചാരണ പരിപാടികളുടെ വിജയം ഇതിനുദാഹരണമാണ്. നവീനാശയ കേന്ദ്രമായി വികസിക്കുന്ന ഇന്ത്യ യുവാക്കൾക്ക് വലിയ അവസരങ്ങളാണ് നൽകുകയെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യവികസനത്തിൽ ജനതയുടെ മാനസികാരോഗ്യ ക്ഷമതയ്ക്കും വലിയ പങ്ക് വഹിക്കാനാകും. രാജ്യത്തെ വിവിധ സ്റ്റാർട്ടപ്പുകൾ മാനസികാരോഗ്യ മികവിനായി പ്രവർത്തിക്കുന്നതിൽ അഭിമാനമുണ്ട്. വ്യത്യസ്ത മേഖലകളിലെ വിദഗ്ധർ മാനസികാരോഗ്യക്ഷമതയെപ്പറ്റി സംസാരിക്കുന്നതിലൂടെ ഫിറ്റ് ഇന്ത്യ എന്ന ആശയം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. സമൂഹത്തിലെ അവസാന വ്യക്തിക്കും സേവനങ്ങൾ ലഭ്യമാക്കാൻ നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അസമിൽ തേസ്പൂർ സർവകലാശാലയുടെ 21ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 16ാം ധനകാര്യ കമ്മീഷനു കേന്ദ്ര സർക്കാർ രൂപം നൽകി. നീതി ആയോഗ് മുൻ ഉപാധ്യക്ഷനും കൊളംബിയ സർവകലാശാലയിലെ പ്രൊഫസറുമായ ഡോക്ടർ അരവിന്ദ് പനഗാരിയ അധ്യക്ഷനാകും. പുതുവത്സരത്തെ വരവേറ്റ് ലോകം. പസഫിക് സമുദ്രത്തിലെ സമാവോ കിരിബാത്തി ദ്വീപുകളിലാണ് 2024 ആദ്യമെത്തിയത്. തൊട്ടുപിന്നാലെ ന്യൂസിലൻഡിലും പുതുവർഷമെത്തി. ഒക്ലൻഡ് ഹാർബർ ബ്രിഡ്ജിലെ സ്കൈ ടവറിൽ കൌണ്ട്ഡൌണോടുകൂടി 2023 വിട നൽകി പുതുവർഷത്തെ സ്വാഗതം ചെയ്തു. നവവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഇന്ത്യയും. വിവിധ ആഘോഷ പരിപാടികളാണ് പുതുവത്സരത്തോടനുബന്ധിച്ച് നടക്കുക. 2024 സ്വാഗതം ചെയ്യാൻ കേരളത്തിലും വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഏവർക്കും പുതുവത്സരാശംസകൾ നേർന്നു. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ആശംസകൾ അറിയിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും സന്ദേശം പങ്കുവച്ചു. ISROയുടെ PSLV C-58 വിക്ഷേപണത്തിന്റെ കൌണ്ട്ഡൌൺ ആരംഭിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നാളെ രാവിലെ 9:10 വിക്ഷേപണം. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 8 വരെ നീളുന്ന കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ സമാപനം. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ മികച്ച ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ നാളെ രാവിലെ പാനൂർ മുനിസിപ്പാലിറ്റിയിലും ഉച്ചയ്ക്ക് തലശ്ശേരി ടൗൺ ഹാൾ കോമ്പൌണ്ടിലും യാത്ര എത്തിച്ചേരും. കോളയാട്, പാട്യം പഞ്ചായത്തുകളിലും യാത്രയെത്തും. മലപ്പുറം ജില്ലയിൽ 56 പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. നാളെ വേങ്ങര ബ്ലോക്കിലെ വേങ്ങര, കണ്ണമംഗലം പഞ്ചായത്തുകളിലാണ് വികസിത് സങ്കല്പ് യാത്ര. തിരുവനന്തപുരത്ത് കിളിമാനൂർ, പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തുകളിൽ നാളെ പര്യടനം നടത്തും. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന K-സ്മാർട്ട് നാളെ മുതൽ എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ദേശീയപാത 85 മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെയും ചെറുതോണി പാലത്തിന്റെയും ഉദ്ഘാടനം വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിക്കും. മൂന്നാർ ടാറ്റ മൈതാനത്ത് ചേരുന്ന പൊതുസമ്മേളനത്തിൽ ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ശബരിമലയിൽ ഭക്തർക്ക് പുതുവത്സര സമ്മാനമായി നാളെ മുതൽ സന്നിധാനത്ത് സൌജന്യ വൈഫൈ സേവനം ലഭ്യമാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മരക്കൂട്ടം മുതൽ സന്നിധാനം വരെയുള്ള 27 കേന്ദ്രങ്ങളിൽ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് ആദ്യത്തെ അരമണിക്കൂർ വൈഫൈ സൌജന്യമായിരിക്കും. തുടർന്ന് 1 GB-ക്ക് 9 രൂപ നൽകണം. ദക്ഷിണ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ V. ശ്രീനിവാസ് ചുമതലയേറ്റു. ഇന്ന് കൊച്ചി നേവൽ ബേസിൽ നടന്ന ചടങ്ങിൽ വൈസ് അഡ്മിറൽ MA ഹംപി ഹോളിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതലയേറ്റത്. 1987 അദ്ദേഹം ഇന്ത്യൻ നേവിയുടെ ഭാഗമാകുന്നത്. സംസ്ഥാനത്തെ 25 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജനുവരി 1-നും അന്തിമ പട്ടിക ജനുവരി 25-നും പ്രസിദ്ധീകരിക്കും. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് നാളെ മുതൽ 16 വരെ അപേക്ഷിക്കാം. കേരളത്തിൽ ഇന്ന് രാത്രി 8 മുതൽ നാളെ പുലർച്ചെ 6 വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. കൊല്ലത്ത് മത്സ്യബന്ധന വള്ളം തകർന്ന് കടലിൽ അകപ്പെട്ട 5 മത്സ്യത്തൊഴിലാളികളെ മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. നീണ്ടകരയിൽ നിന്ന് 15 നോട്ടിക്കൽ മൈൽ ഉള്ളിൽ ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. എഡിൻബർഗിൽ നടന്ന സ്കോട്ടിഷ് ജൂനിയർ ഓപ്പൺ സ്ക്വാഷിൽ പെൺകുട്ടികളുടെ അണ്ടർ 19 വിഭാഗത്തിൽ അനാഹത് സിംഗിന് കിരീടം. സ്കോട്ട്ലൻഡിന്റെ റോബൻ മക് ആൽപൈനെയാണ് ഇന്ത്യൻ താരം തോൽപ്പിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പുതുവത്സരാശംസകൾ. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 6:45.